ഈ റോസ് ചെടി ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നിറയെ പൂക്കളായിരുന്നു. അതിനുശേഷം ആ പൂവൊക്കെ പോയതിന് ശേഷം പിന്നെ ഇതിലധികം പൂവൊന്നും പിടിക്കാതെ ഇരുന്നാണ്. പിന്നെ നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ഇത് ചാരമാണ് നമ്മൾ ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്തത്. ചെടികളിൽ ചാരം ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും കായ്കൾ ഉണ്ടാവാനും അതുപോലെ അതിൻ്റെ വേര് നല്ല സ്ട്രോങ് ആവാനും മൊത്തത്തിൽ ചെടി നന്നായിട്ടൊന്ന് തഴച്ച് വളരാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചാരം ഏതൊക്കെ രീതിയിൽ നമ്മുടെ ചെടിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് നോക്കാം. ഒപ്പം തന്നെ ഈ ചാരം ഓവറായാലും എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ചെറിയ പ്രാണികളൊക്കെ ചെടികളിൽ വന്ന് തുടങ്ങുമ്പോൾ പിന്നെ നിറയെ ഉറുമ്പായിരിക്കും ചെടികളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഉറുമ്പിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലകളിലൊക്കെ ചാരം ഇങ്ങനെ തൂകി കൊടുക്കാം. ചാരം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇലകൾ നനഞ്ഞിരിക്കാൻ പാടില്ല. ഇലകളൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് വേണം അതിൻ്റെ മുകളിൽ ചാരം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉറുമ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നനഞ്ഞിരിക്കുന്ന ഇലകളിൽ ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇല നശിച്ചു പോവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ചാരം ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ചെടിയുടെ കടക്കിടരുത്. ഒന്നാമത് ചെടി നന്നായിട്ട് ഒന്ന് ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ചാരം ഇട്ട് കൊടുക്കാൻ. ചാരം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ചാരം നമ്മുടെ ചെടികളിൽ ഫ്ലവറിങ് വളരെയധികം കൂട്ടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ മണ്ണിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഒപ്പം തന്നെ കെമിക്കൽ ഫ്രീ ഫെർട്ടിലൈസർ കൂടിയാണ് നമ്മുടെ ചാരം. അപ്പോൾ ഈ ചാരം ഒരിക്കലും കളയരുത്. നല്ല രീതിയിൽ നമുക്കത് ചെടികളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കളോടുകൂടി നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി മാറിക്കിട്ടും. എൻ്റെ റോസ് ചെടിയിൽ എങ്ങനെയാണ് നിറയെ പൂക്കളായതെന്ന് വെച്ചാൽ, ഞാൻ ഒരു കുപ്പി ഒരു 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലൊരു ടീസ്പൂൺ ചാരം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് ഞാൻ ഇലകളിലേക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ചാരം വളരെ നല്ലതാണെന്നും പറഞ്ഞ് നമ്മൾ ഇത് എല്ലാ ദിവസവും ചെടികളിൽ കൊടുക്കരുത്. നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതുപോലെ ചെയ്തു കൊടുക്കാം. ചെടികളിൽ വേഗത്തിലുള്ള ഗ്രോത്ത് കാണണമെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ചെടി നല്ല രീതിയിൽ വലുതാകാനും പൂക്കൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. ചാരം വെള്ളത്തിൽ മാത്രമല്ല കഞ്ഞിവെള്ളത്തിലും മിക്സ് ചെയ്ത് നമുക്ക് ചെടികളുടെ ഇലകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ എപ്പോഴും കഞ്ഞിവെള്ളം 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളവും കൂടി അതിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം ചാരവും കൂടി ചേർത്തിട്ട് ചെടികളുടെ ഇലകളിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ചാരം നമുക്ക് ഡയറക്റ്റായിട്ട് മണ്ണിലിട്ട് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ചാരം തന്നെയല്ല, എന്തൊരു ഫെർട്ടിലൈസർ എന്തൊരു വളം നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചട്ടിയിലാണ് നട്ടിരിക്കുന്നതെങ്കിൽ ആ ചട്ടിയിലെ മണ്ണ് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം. അപ്പോൾ മണ്ണിൽ ഇളക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ നല്ല രീതിയിൽ ചെടി അബ്സോർബ് ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ അതേ മണ്ണ് നന്നായിട്ട് ഒന്ന് കുത്തി ഇളക്കിയതിന് ശേഷം ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചെടിയുടെ കടയിൽ തൊടിയിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ചാരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. ചാരം നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ചാരം ഒരിക്കലും ആരും കളയരുത്. 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണല്ലോ ഈ ചാരം. അപ്പോൾ അതാരും കളയരുത്. നല്ല രീതിയിൽ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടികളുടെ പൂക്കൾ ഉണ്ടാവാൻ മാത്രമല്ല മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ഈ ചാരം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.